തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിനടുത്ത് എം.ആർ. അജിത് കുമാർ കൊട്ടാര സദൃശ്യമായ വീട് പണിയുന്നുവെന്നാണ് PV അൻവർ MLA-യുടെ അടുത്ത ആരോപണം. എടവണ്ണ റിദാൻ കൊലപാതകത്തിൽ പ്രതി ഷാനെ പോലീസ് കുടുക്കിയതാണെന്നും അൻവർ പറയുന്നു. മുബഷിർ P. അക്ബർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. മുബഷിർ, ഗുഡ് ഈവനിംഗ്. PV അൻവർ MLA ഒന്നിന് പിന്നാലെ ഒന്നായി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ആദ്യം ലക്ഷ്യം SP സുജിത് ദാസ് എന്നാണ് ആദ്യത്തെ ഫോൺ സംഭാഷണവും ആരോപണവും ഒക്കെ പുറത്തു വരുമ്പോൾ കരുതിയിരുന്നത്. എന്നാൽ തുടർച്ചയായി അദ്ദേഹം ഒരു സീരീസായി തന്നെ ഇതെല്ലാം അടുക്കി ചിട്ടപ്പെടുത്തി തയ്യാറായി തന്നെയാണ് ഈ ആക്രമണത്തിനിറങ്ങിയത് എന്ന് വ്യക്തമാക്കുന്നതാണ് ADGP M.R. അജിത് കുമാറിലേക്ക് കൃത്യമായി പിൻ പോയിന്റ് ചെയ്തുകൊണ്ടുള്ള ഓരോ വെളിപ്പെടുത്തലുകളും. ഇതുവരെയുള്ള ഒരു ക്രോണോളജി പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് മുബഷിർ P. അക്ബർ? ADGP M.R. അജിത് കുമാറിനെ ആ പദവിയിൽ നിന്ന് തെറിപ്പിക്കുക തന്നെയല്ലേ MLA-യുടെ ലക്ഷ്യം? നിശ്ചയമായും സുജയ പാർവതി അങ്ങനെ തന്നെ കരുതേണ്ടി വരും. ആദ്യഘട്ടത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായ ശശിധരനെതിരെ ആരംഭിച്ച അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളിൽ നിന്ന് തുടങ്ങി പിന്നീട് മലപ്പുറം ജില്ലാ പോലീസ് മുൻ മേധാവിയായിരുന്ന സുജിത് ദാസിലേക്ക് എത്തുന്നു ആരോപണങ്ങൾ. അദ്ദേഹത്തിന്റെ ശബ്ദരേഖ ഉൾപ്പെടെ PV അൻവർ പുറത്തുവിട്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു M.R. അജിത് കുമാറിനെ കേന്ദ്രീകരിച്ചുള്ള വാർത്താ സമ്മേളനങ്ങൾ തുടർച്ചയായി PV അൻവർ നടത്തിയത്. മൂന്നാമത്തെ ദിവസം അൻവറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ M.R. അജിത് കുമാറിനെ കേന്ദ്രീകരിച്ച് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. M.R. അജിത് കുമാർ ആ ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് നടത്തിയ പലതരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ എന്ന് ആരോപിച്ചുകൊണ്ടാണ് അൻവർ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫോൺ ചോർത്തൽ തന്നെയാണ്. നേരത്തെ സുജയെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അൻവർ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഒരു IPS ഉദ്യോഗസ്ഥനെ ഈ മേഖലയിൽ നിയമിച്ചുകൊണ്ട് പലതരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഫോൺ ചോർത്തുന്നതിന് വേണ്ടി അജിത് കുമാർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉണ്ട്. ഇന്ന് അദ്ദേഹം പറഞ്ഞതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം മുഖ്യമന്ത്രിയുടെ ഫോണും അജിത് കുമാർ ചോർത്തിയിട്ടുണ്ടെന്നാണ്. PV അൻവർ പുറത്തുവിട്ട ആ ഒരു ശബ്ദരേഖയിൽ അദ്ദേഹത്തോട് സംസാരിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദരേഖയിലാണ് ഇത് പറയുന്നത്. മുബഷിർ P. അക്ബറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.